ഖബീറും ബിമാ യസ്നഊൻ. സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ താഴ്ത്താൻ. സഹോദരങ്ങളെ, കൂടിക്കലർന്നിട്ടുള്ള ഒരു ലേഡി സ്റ്റാഫെങ്കിലും ഓഫീസിലില്ലാത്ത ആളുകൾ ആരായിരിക്കും? വളരെ സൂക്ഷിച്ചാണ്. ഒരു ഉദ്യോഗസ്ഥയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം അത്രേ ആവശ്യമുള്ളൂ. ദാലിക അസ്കാ ലഹും, അതാണ് അവിടെ വിശുദ്ധിക്ക് ഏറ്റവും ഉത്തമം. ഒരു മാന്യതല്ലേ സഹോദരങ്ങളെ? നമുക്ക് നമ്മുടെ ഓഫീസിൽ വെച്ച് ഒരു കാര്യമില്ലാത്തതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാചകം കൂടുതലുള്ള ലേഡി സ്റ്റാഫിനോട് പറഞ്ഞാൽ അവിടെ നമുക്കുള്ള മാന്യത നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. ദാലിക അസ്കാ ലഹും. ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി വായിക്കേണ്ടതാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു കാണും. അവൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു വാക്കുപോലും ഉരിയാടുക നമുക്ക് സാധ്യമല്ല. ഒന്നെനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ, കണ്ണുകളെ സൂക്ഷിക്കുക. ലൈംഗിക സദാചാര രംഗത്ത് അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഇഹലോകത്തും പരലോകത്തും എന്നത് ഈ കൂടുതൽ യാത്രകൾ ആവശ്യമുള്ള ആളുകളെന്ന നിലക്കും വ്യത്യസ്തമായ ആളുകളോടൊപ്പം ഓഫീസിൽ ഇരിക്കേണ്ടവരെന്ന നിലക്കും വളരെ കണിശമായും ഗൗരവപരമായും നമ്മൾ പാലിക്കണം. സൂക്ഷ്മതയുടെ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. അധികം പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ലല്ലോ. സാമ്പത്തിക രംഗമാണ് സഹോദരങ്ങളെ. നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി പലിശക്ക് പണം കിട്ടാൻ സാധ്യതയുള്ളവർ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ കുടുംബവും വീട്ടിൽ വന്ന മരുമകളുടെ ആഭരണങ്ങളും ഒക്കെ വിറ്റ് തൽക്കാലം പലിശയിൽ നിന്ന് മോചിതനായിട്ടുള്ള ആൾ ബാങ്കിൽ നിന്ന് പലിശയൊക്കെ അടച്ച് കടമൊഴിവായി മനസ്സമാധാനത്തോടെ ഇറങ്ങിപ്പോരുമ്പോൾ ഒരു സൗഹൃദത്തിൽ ബാങ്ക് സെക്രട്ടറി വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല കടമൊക്കെ എത്ര പെട്ടെന്നാണ് നിങ്ങൾ വീട്ടിയത്, കച്ചവടമൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്, ഒരു കാർ എടുത്താലോ എന്നാണ് അടുത്ത്. അയാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ചിട്ട്. ആ നിമിഷം അയാളത് തീരുമാനിച്ചു. ഇത് എൻ്റെ അനുഭവമുള്ള കാര്യമാണ്, നേരിട്ട് അനുഭവമുള്ളൂ, കേട്ടല്ല. പക്ഷേ ഇപ്പോൾ ആ കാറിൻ്റെ കടത്തെക്കുറിച്ച് പരാതിപ്പെട്ടും പ്രയാസപ്പെട്ടും നടക്കാണ്. കുടുംബത്തിൽ ബഹളമായി, പ്രശ്നമായി, പ്രതിസന്ധിയായി. സഹോദരങ്ങളെ, ഒരു ബാധ്യതയില്ലാതെ സാമ്പത്തിക രംഗത്ത് ഒരു ബാധ്യതയില്ലാതെ കിടന്നുറങ്ങുന്ന ഒരു രാത്രിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഏതു നിമിഷം അള്ളാഹുവിലേക്ക് നീങ്ങിയാലും ഒരു കണക്കും കൊടുക്കാതെ ചെല്ലാൻ പറ്റും. 36 ഇനം പലിശ ഉണ്ടെങ്കിൽ അതിലേറ്റവും തെറ്റ് കുറഞ്ഞ പലിശ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ചിന്തിക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നു ഒരാൾ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അർത്ഥമല്ല, പക്ഷെ അയാൾ അങ്ങനെ വിചാരിക്കുന്നു. നമ്മളെന്ത് ചെയ്യും? അങ്ങനെ വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. ഹജ്ജിന് പോണ സമയത്ത് നമ്മളെ ഗ്രൂപ്പിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാരണവശാലും ഹജ്ജിന് പോരാൻ യോഗ്യനല്ല. കാരണം അയാൾ ബെഡിൽ കിടപ്പാണ്. വീട്ടുകാരറിയാതെ രോഗിയായി മറ്റുള്ളവരായി പരിചരിക്കപ്പെടുന്ന ആൾ മുജാഹിദ് സെൻറ്ററിൽ വന്ന അയാൾ അപേക്ഷ കൊടുത്തു, കുടുംബങ്ങളറിയാതെ. അങ്ങനെ യാത്ര പോണ അന്ന് അദ്ദേഹം ഒരു രോഗവുമില്ലാത്തവനെ പോലെ അഭിനയിച്ച് ഗ്രൂപ്പിൽ വന്നു. ഹജ്ജിന് അവിടെ ചെന്നപ്പം തരും മിനയിൽ ജംറയിലേക്ക് കുറച്ച് നടന്നു പോകണം. 2 നടത്തം നടന്നപ്പോഴേക്കും അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. അയാളുടെ രോഗങ്ങൾ കിഡ്നി, ഹാർട്ട് എല്ലാം തകരാറിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥനായിരിക്കുന്ന രംഗത്ത് വാങ്ങിയ അഴിമതികളും അതേപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഒരു പ്രായശ്ചിത്തം ചെയ്യാതെ മരിച്ചാൽ എന്താകും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടാണ് മരണത്തിൻ്റെ കട്ടിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് അയാൾ പൂർത്തിയാക്കിയെങ്കിലും ഗ്രൂപ്പുകൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ അയാളേറ്റ് പോന്നു. ഞാനായിരുന്നു അയാളെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് അദ്ദേഹത്തിന് വിമാനത്തിലേക്ക് കയറാൻ വയ്യ. അയാൾ എടുത്ത് കയറ്റി, ഹൈ ലിഫ്റ്റ് ഉപയോഗിച്ച് കയറ്റി വിമാനത്തിൽ അയാൾ ഛർദ്ദിച്ച് അവശനായി ആംബുലൻസിലാണ് അയാൾ തിരിച്ചു പോയത്. പക്ഷെ ഇടക്കിടക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ജീവിതകാലത്തിൽ ഇന്നേ വരെ ഞാൻ ചെയ്ത ക്രമക്കേടുകളാണോ എനിക്ക് ഈ പ്രശ്നം സംഭവിച്ചെന്നാണ്. ഇപ്പോഴൊക്കെ അതിജീവിച്ചാലും ഒരു ചെറിയ പ്രതിസന്ധി വാർദ്ധക്യത്തിൽ വന്നാൽ കഴിഞ്ഞ കാലത്തെ തിന്മകളെ ഓർക്കാതിരിക്കില്ലെന്നാണ്. സാമ്പത്തിക രംഗം അത് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. തിരിച്ചു കൊടുക്കാൻ പറ്റൂ? തിരിച്ചു കൊടുക്കാതെ വീടോ സഹോദര? പറഞ്ഞ വാക്ക് നമുക്കൊരു പക്ഷേ പടച്ചവൻ പുറത്തു തന്നേക്കാം. എന്ത് ഹജ്ജ് ചെയ്താലും ഒരാളെ കയ്യിൽ നിന്ന് അവിഹിതമായി പറ്റിയത് 100 രൂപയാണെങ്കിൽ എവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കും നമ്മളത്? നാം ആലോചിക്കേണ്ടതാണ്. ഈ 2 രംഗം സൂക്ഷിച്ചാൽ മനസ്സന്തോഷത്തോടെ ജീവിക്കാം. മനസ്സിനൊരു ഭാരം ഉണ്ടാവില്ല. വെള്ളത്തിൽ പാറിക്കിടക്കുന്ന ഒരു കടലാസ് പോലെ നമ്മുടെ മനസ്സ് സമാധാനത്തോടെ സഞ്ചരിക്കും. അതല്ലെങ്കിൽ നല്ല ഘോരമായ ഇരുട്ടിൽ രാത്രിയിൽ
ഇടിമിന്നലിൽ നടന്നു പോകുന്ന ഒരുത്തനെ പോലെ ചെറിയ വെളിച്ചം മിന്നൽ നൽകിയാലും അതിനേക്കാളും വലിയ ഭയം മനസ്സിലുണ്ടാകും. സമാധാനത്തോടെ ജീവിക്കാൻ ഈ സൂക്ഷ്മത അനിവാര്യമാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എല്ലാം പ്രതിഫലിക്കേണ്ടതുണ്ട്. കുടുംബത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് അധികം പറയാനുള്ളത്. പക്ഷേ ഈ സന്ദർഭവും വിശാലമായൊരു സന്ദർഭത്തിൽ അതൊരു വിഷയമായി പറയേണ്ടതാണ്. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്നത് നമ്മുടെ പണത്തിലോ സൗകര്യങ്ങളിലോ മാത്രം അധിഷ്ഠിതമായതല്ല. ഏതൊരു കാര്യം വിജയിക്കണമെങ്കിലും പടച്ച തമ്പുരാൻ ഇടപെട്ടേ പറ്റൂ. മുറ്റത്ത് വാഹനം കഴുകി റെഡിയാക്കി നിർത്തി, കുട്ടികളെല്ലാം ഡ്രസ്സ് എടുത്തു വന്നിരിക്കുന്നു, 2 ദിവസത്തെ അവധിയുണ്ട്, നല്ലൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. യാത്ര പുറപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വാഹനം റോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ യാത്ര തടസ്സപ്പെട്ടു. ഒരു തൗഫീഖ് എന്ന് പറയും അറബിയിൽ, ഒരു ചെറിയ സഹായം അള്ളാഹുവിൻ്റേതുണ്ടോ വീട് സുഗമമായി മുന്നോട്ട് പോകും, ജോലി സുഗമമായി മുന്നോട്ട് പോകും, കുടുംബം സുഗമമായി മുന്നോട്ട് പോകും. അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ്, ഒരു ചെറിയ സഹായം. ആ സഹായം പാപത്തോടൊപ്പമില്ല. പാപം നിറഞ്ഞ വീട്ടിൽ അള്ളാഹുവിൻ്റെ തൗഫീഖില്ല. പാപം നിറഞ്ഞ വ്യക്തിത്വത്തിൽ മഅസിയത്തോടൊപ്പം അള്ളാഹുവിൻ്റെ തൗഫീഖില്ല. അള്ളാഹുവിൻ്റെ ഒരു സഹായം കിട്ടുന്ന ഒരു വ്യക്തിത്വമാകാൻ, അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്ന ഒരു കുടുംബമായി മാറാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ചില കടമകളും ബാധ്യതകളുണ്ട്. ചെറിയൊരു സുരക്ഷിതത്വം കിട്ടിയപ്പോൾ പാപ്പയും ഉമ്മയും കുടുംബങ്ങളും ഒന്നും നമുക്ക് വേണ്ടാത്തവരായി തീരരുത്. അയൽവാസിയായ ഒരു സഹോദരി വാടകയ്ക്ക് വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വാടകയ്ക്ക് താമസിക്കാൻ കാരണം? 5000 രൂപ വാടക കൊടുത്ത് താമസിക്കാൻ എന്താണ് കാരണം? മകൻ ഗൾഫിലാണ്, ഭാര്യയോടൊപ്പം ഉദ്യോഗസ്ഥനാണ്. അവനിപ്പോൾ നിങ്ങൾക്ക് ജോലിയുള്ളവിടെ തന്നെ താമസിക്കണ്ടേ നിങ്ങൾ അല്ലേ? നമുക്ക് ജോലിയിൽ കുറച്ച് ദൂരെയാണെങ്കിൽ അവിടെ താമസിക്കണ്ടേ? ഭാര്യയും കുട്ടികളെ കൂട്ടിയിട്ട് അവൻ അവിടെ താമസിക്കുകയാണ്. പിന്നെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, മകൾ പറയുന്നു എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പക്കുമ്മക്കും പ്രയാസമാണല്ലോ. അപ്പോൾ ഒരു വാടകയ്ക്ക് എടുത്തിട്ട് വാപ്പനെയും ഉമ്മനെയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ്. അപ്പോൾ മകൾ വാപ്പയും ഉമ്മയും അടുത്തിരുത്തി ഗൾഫിലെ മകന് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭർത്താവ് വരുന്നത് വരെ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ പറ്റില്ല, അയാൾ വിളിച്ചാൽ എനിക്ക് പോകണം. അപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് നിൽക്കാനുള്ള അവസ്ഥയിൽ ജോലിയെ ഒന്ന് ക്രമീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ വയസ്സനായ പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഞങ്ങളെ തള്ളരുതേ എന്ന് ദയനീയമായി അപേക്ഷിക്കുന്നു. സഹോദരങ്ങളെ, എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. റിള റബ്ബി ഫി റിളൽ വാലിദൈൻ വസുഖ്തുഹു ഫി സുഖ്തിഹിമ. പടച്ചവൻ്റെ തൃപ്തി കിട്ടണോ? മാതാപിതാക്കൾ തൃപ്തിപ്പെടണം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് സംതൃപ്തരല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കില്ല. അത് പണം കൊണ്ട് പറ്റുമോ? സ്വാധീനം കൊണ്ട് പറ്റുമോ? പ്രമോഷനുകളെ കൊണ്ട് പറ്റുമോ? ഒന്നുമില്ല. അവശരായി കിടക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ രാത്രിയുള്ള ഉറക്കം സന്തോഷകരമാകില്ല. നമ്മുടെ കുട്ടികൾ എത്ര സ്നേഹത്തോടെ മടിയിലേക്ക് ഓടിക്കയറിയാലും ആ നൊമ്പരം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷങ്ങളെ കെടുത്തിക്കളയും. ഒന്നേ പറയാനുള്ളൂ, മാതാപിതാക്കളുടെ അടുക്കൽ പോയി നോക്കാൻ അവസരമില്ലെങ്കിലും ഒരു വേള നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന നിവൃത്തിയില്ലായ്മയെങ്കിലും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്ന അത്ര സുഗമമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അവർ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരവസ്ഥക്ക് മോഹിച്ചവരാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മുഴുവൻ വിഷയത്തിലും A+ കിട്ടിയ കുട്ടിയെ അതിലൊരു സമ്മാനം വാങ്ങാൻ കൊണ്ടുപോയ അനുഭൂതികൾ പറഞ്ഞു ബസ്സിലെ ഒരു യാത്രക്കാരനായ ഒരാൾ. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ വളരെ ഉയർന്ന നിലക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇപ്പം എന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ? അങ്ങനെ പോയാൽ എത്ര കുട്ടികൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നുവോ അത്ര നമുക്ക് അവരെ കിട്ടുന്നതാണ്. ജീവിതത്തിൻ്റെ കോടിപ്പടിയിലെ ഏറ്റവും ഉയർന്ന തട്ടിലാണെങ്കിൽ ചിലപ്പോൾ നോക്കാൻ പോലും നമുക്ക് പറ്റില്ല. അടിയിലെ നിലയിലാണെങ്കിൽ അവർ നമുക്ക് താഴെ ഉണ്ടാകും. കയറും തോറും അവർ നമുക്ക് അപ്രാപ്യരാകുന്നത്. നോക്കൂ നിങ്ങൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണോ? നമ്മുടെ ഔന്നിത്യങ്ങളിൽ നമ്മുടെ കാറും നമ്മുടെ സൗകര്യങ്ങളും വീടും കണ്ട് ജീവിതത്തിൽ നിവൃത്തിയില്ലാത്തവരായി ജീവിക്കുകയാണോ? നാം ഒരു വേള ആലോചിക്കുക. അതിലുപരി എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും പലരും ചിന്തിക്കും, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പലതരത്തിൽ ആളുകളെ വിളിച്ച് ആ പരിപാടികൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പത്രത്തിൽ കൊടുത്ത ആൾക്കാരെ. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾ തിരിച്ചറിയണം. ഇതില്ലെങ്കിൽ നാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നിസ്സഹായതയോടെ കൺമിഴിക്കും. ഉറപ്പ് ദീനിൻ്റെ അനിവാര്യതയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ മക്കളെ കാര്യം.
മക്കളെ ഏറ്റവും